ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓലനാണ്. അപ്പോൾ ഓലൻ എന്ന് പറയുന്നത് സദ്യയിൽ നമ്മൾ അവിയൽ കഴിഞ്ഞിട്ട് വിളമ്പുന്നൊരു ഐറ്റമാണ് ഓലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഓലന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലും വീതിയിലും ഈ രീതിയിലാണ് കഷ്ണങ്ങൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ഞാൻ ചീന്തി വെച്ചിട്ടുണ്ട്. പിന്നെ പയർ ഒരു 6 എണ്ണം കുറച്ച് നീളത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ കറിവേപ്പില ഓലനിൽ ഇടാറില്ല, അപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കറിവേപ്പില സ്കിപ്പ് ചെയ്ത് ഇട്ടോളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല. ഓലൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് അങ്ങ് മാറും. പിന്നെ ഞാനിതെല്ലാം കൂടെ ഒന്ന് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തവി ഉപയോഗിക്കണമെങ്കിൽ തവി ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇളവനിൽ തന്നെ കുറേ വെള്ളം ഉണ്ട്. അപ്പോൾ അത് ആവി കിടന്ന് വേവ് പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഇത് വേവായിട്ട് കാണും. അപ്പോൾ ഒരുപാട് ഇത് വേവേണ്ട ആവശ്യമില്ല, ഒട്ടും ഉടഞ്ഞ് പോകരുത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് മൂടി വെച്ചുകൊണ്ട് പെട്ടെന്ന് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കഷ്ണങ്ങളൊക്കെ ഉടയാതെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു മുക്കാൽ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മിക്സിയിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഇത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പാൽ പിഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറി ഒരു പച്ച ചുവ വരും ഓലന്. അപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ എനിക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ തേങ്ങയിലെയും പാൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ആ ഓലലിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഇളവനിലേക്ക് പിടിക്കണം. എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. പല രുചികളുള്ള കൂട്ടത്തിൽ എരിവും പുളിയൊന്നും അധികം ഇല്ലാത്ത ഒരു എരിവും പുളിയൊന്നും പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സൈഡ് അല്ലേ. അപ്പം ഇത് സദ്യ എന്ന് പറയുന്നത് തന്നെ എല്ലാ രുചികളോടും കൂടിയ പുളി, എരിവ്, മധുരം. അപ്പം എല്ലാവർക്കും ഒരേ തരത്തിൽ ഇഷ്ടപ്പെടണം. ഒരു കറി ഇപ്പോൾ എരിവുള്ള അല്ലെ മധുരമുള്ള ഒരു കറി ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പകരം മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുന്നതാണ് സദ്യ എന്ന് പറയുന്നത്. അത്രയും വിഭവങ്ങൾ സദ്യയിൽ പല ടേസ്റ്റ്, പല രുചിയിലുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തേങ്ങാപ്പാലൊക്കെ അതിലേക്ക് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓലനൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാനിത് നന്നായി ഇളക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ്, ഇളവൻ്റെ പയറിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കൂടി ഒരുമിച്ച് വരുമ്പോഴേക്ക് സൂപ്പറാണ്. അപ്പം ഈ ഒരു വിഭവം എന്ന് പറയുന്നത് നമുക്ക് സദ്യയിൽ എരിവും പുളിയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഭവമാണ്. അത്രയ്ക്കും ടേസ്റ്റും രുചിയാണ് ഓലെന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.